നമസ്കാരം, ഞാൻ മൃണാൾ. ഇവർക്ക് ജീവിക്കാൻ നിങ്ങളുടെ സഹായം വേണം. പറ്റുമെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്ക്. ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ നമുക്ക് സാധാരണ വീട്ടിൽ താമസിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്? ചേട്ടാ, എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ ഉമ്മച്ചിയും വാവിച്ചാണ്. അപ്പോൾ എനിക്കിപ്പോൾ കറൻ്റ് ഞാനും എൻ്റെ വീട്ടിൽ ഓക്കെയാണ്. പക്ഷെ എൻ്റെ ഉമ്മച്ചിട്ടോ വാവിച്ചിട്ടോ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ ഓക്കെ, അവർക്കൊന്ന് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യത്തിൽ എല്ലാം ബുദ്ധിമുട്ട് വരും. അവർക്കും ഒരു ടെൻഷനാണ്, എൻ്റെ എല്ലാ കാര്യവും ടൈമിൽ നടന്നു പോകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എൻ്റെ ഉമ്മച്ചിട്ടോ വാവിച്ചിട്ടോ ഒരാൾക്ക് വയ്യാതായി തന്നെ മൊത്തത്തിൽ ബുദ്ധിമുട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഒന്ന് പനി പിടിച്ചോ അവരൊന്ന് ഇരുന്ന് പോയി കഴിഞ്ഞാൽ അന്നത്തെ ഡേ ഇവൻ അവർക്കൊരു കല്യാണത്തിന് പോകണമെങ്കിൽ പോലും അതെ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അവർക്ക് പോകാനായിട്ട്. പോവാനുള്ള ബുദ്ധിമുട്ട് പോവാറില്ല. ഇപ്പൊ എന്റെ പേരൻസ് തന്നെ അവരൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള കല്യാണങ്ങൾക്കും ഫംഗ്ഷനുകൾക്ക് മാത്രമേ പോകാറുള്ളൂ. ഞങ്ങളുടെ ഈ അസുഖം പ്രോഗ്രസീവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത വർഷം ഞങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും എന്നുള്ളത്, നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ചേട്ടന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നാളെ കൃഷ്ണക്കുട്ടേട്ടൻ കിടക്കുന്ന പോലെ കിടക്കാനോ വരെ സംഭവിക്കാം. കുട്ടേട്ടന് കണ്ണും സംസാരിക്കാനുള്ള ഒരു മൂവ്മെന്റേ ഉള്ളൂ. ഞങ്ങളുടെ ലൈഫിലും അത് മാറാം. ഞാൻ ജനിച്ചപ്പോൾ 7 മാസം ആയപ്പോഴാണ് ഇത് ഡയഗ്നോസ് ചെയ്തത്. തൊട്ട് ഞാൻ മൂവ്മെൻ്റൊക്കെ കുറഞ്ഞുകൊണ്ട് അവർക്ക് തോന്നി. ഹോസ്പിറ്റലിൽ പോയി 2-ാം വയസ്സിലാണ് മസിൽ ബയോപ്സി ചെയ്ത് SMA എന്ന് ചികിത്സിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ പുറകെ നടക്കുകയാണ്. കാരണം ഞാൻ പഠിക്കാനായാലും ഞാൻ അന്ന് തൊട്ട് ഇരിപ്പാണ്. മീൻസ് ഇപ്പോൾ ഇത്രയാണെങ്കിൽ കുറച്ച് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ കാല് വിട്ട് നിലത്ത് മണ്ണിലൊന്നും നടന്നിട്ടില്ല. ഒരു വീൽ ചെയറിലും ഈ കസേരയിലും ഇതേപോലെ ഇരുന്നാണ് ഞാൻ ഇത്ര നാളും വന്നത്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും വീൽ ചെയറിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി തരുന്നതും അവിടെ എപ്പോഴും നമ്മൾ കൂടെ നടക്കണം. ഞങ്ങൾ എവിടെ പോകാറില്ല. ഇവിടെ മാത്രമേ ലുലുവിൽ മാത്രമേ എപ്പോഴും വരണം എന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ പൊക്കി കയറ്റണം, വേറെ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ ലുലുവിൽ വന്നത് ഫസ്റ്റ് ടൈമാണ്. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് ലുലു? അതെ, കാരണം ഒന്നാമത് നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് വെച്ച് നമുക്ക് വലിയ അഫോർഡ് ചെയ്യാൻ കഴിയും. കാരണം എൻ്റെ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴും അതിനനുസരിച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരും. എന്തായാലും നമുക്ക് ഇപ്പോൾ ഞങ്ങൾ പഠിക്കണമെങ്കിൽ പോയതൊക്കെ തന്നെയാണെങ്കിലും ഒരു ഓട്ടോറിക്ഷയോ കാറോ നമുക്ക് മസ്റ്റായിട്ട് വേണം. അല്ലാണ്ട് നമ്മളെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഫേസ് ചെയ്ത ചലഞ്ചായിരുന്നു നമുക്ക് ആദ്യമൊന്നും ഓട്ടോ വന്ന് വെയിറ്റ് ചെയ്യണമല്ലോ. നമ്മൾ എടുത്ത് കയറ്റണം, പിന്നെ അവിടെ പോയി ഇറക്കി നമ്മൾ തിരിച്ച്. അപ്പോൾ ഞാൻ വോക്കറിലൊക്കെ നടക്കുമായിരുന്നു അത്യാവശ്യം. അപ്പോൾ ക്ലാസ്സിലേക്ക് കയറേണ്ട വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്ടായപ്പോൾ പിന്നെ ഓട്ടോക്കാരൊന്നും വിളിച്ച് വരാണ്ട്. അവർ കിക്കാടോ എന്നറിയില്ല, അതൊരു പ്രശ്നം. അവരുടെ ജീവിത പ്രശ്നമാണ്. അതെ, അവർക്ക് അടുത്ത ഇതിന് പോകണമല്ലോ. എവിടെയൊക്കെ പഠിച്ചു? എന്തൊക്കെയായിരുന്നു ഒരു കൂട്ടുകാര് അനുഭവങ്ങൾ? നമ്മൾ കുട്ടികളേക്ക് ഏറ്റവും എൽഡേഴ്സായുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവർക്കിതൊന്നും പ്രശ്നമല്ല. മീൻസ് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ നിന്നതും എൻ്റെ എല്ലാം നിന്നും എൻ്റെ കൂട്ടുകാരാണ്. സ്കൂളിൽ പോയെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ചികിത്സയുടെ ഭാഗം കുറേ നാൾ കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ ഏജായി 7 വയസ്സായപ്പോൾ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല, ഒന്നിലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. 3 കൊണ്ടുപോയി ചേർത്തത് പറ്റില്ല എന്ന് പറഞ്ഞു. സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ ചേർക്കാൻ കഴിയും, 1 ചേർക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അന്നത്തെ ഫിനാൻഷ്യലി വെച്ച് വലിയ പ്രൈവറ്റ് സ്കൂളിലൊന്നും പഠിക്കില്ല. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളാണ് പോയത്. അപ്പോൾ അവരവിടുത്തെ 3-ാം ക്ലാസ്സിൽ ചേർത്തു. 3 ചേർത്തപ്പോൾ ഡെയിലി പോയിക്ക് വരവ് അന്ന് ഒട്ടും പോസിബിൾ അല്ലാന്നുകൊണ്ട് എക്സാമിന് മാത്രം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ എന്നെ എന്നും ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോകാൻ എൻ്റെ വാപ്പിച്ച് പച്ചക്കറി കട നടത്തിയപ്പോൾ അതിന് കിട്ടേണ്ട കാശ് രാവിലെയും വൈകുന്നേരം പോകണം. അതെ, അപ്പോൾ ഇതിന് കിട്ടില്ല എന്ന് മനസ്സിലായി. ഉച്ചയ്ക്ക് എന്ത് കഴിക്കുമായിരുന്നു സ്കൂളിൽ? സ്കൂളിൽ ഫുഡ് ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഉമ്മച്ചി ഉച്ച വരെ അവിടെ ഇരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും 24 മണിക്കൂറും നിങ്ങളുടെ പുറകെയാണ്. അതെ, കാരണം അവർക്ക് ഒരു കൺസേൺ ഉണ്ടാവും അല്ലേ? അവർക്കൊരു തോന്നലുണ്ടാവും, എൻ്റെ മോൻ എന്തായി അല്ലെങ്കിൽ എൻ്റെ മോളെന്തായി എന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലേ? അവരൊക്കെ ശരിക്കും ഉറങ്ങാൻ പോലും അവർക്ക് പറ്റില്ല. കാരണം അവർ പ്രായമായി കഴിഞ്ഞാൽ അവരുടെ കാലശേഷമൊക്കെ ഞങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ ഈ ഒരിടം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് അവർക്ക് ഏറ്റവും ആശ്വാസമുള്ളത് അവർക്കാണ്. കാരണം അവർക്കൊരു സമാധാനം ഉണ്ടാവും. ഇപ്പോൾ അവർ ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാലശേഷം ഞങ്ങൾ എവിടെ ഒറ്റപ്പെട്ട് പോവില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാം എന്നുള്ളൊരു
ആശ്വാസമുണ്ട്. ഇപ്പോൾ അതാണ് ഇപ്പോൾ എനിക്കും കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഇപ്പം നമ്മുടെ ചുറ്റും ഒത്തിരി പേരുണ്ട് നമ്മളെ നോക്കാനും കൊണ്ടു നടക്കാനൊക്കെ. പക്ഷേ ഇതുപോലൊരവസ്ഥ ഭാവിയിൽ വന്നുകൂടാന്ന് നമുക്കില്ല. കാരണം ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഒട്ടും ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞവർ ഭർത്താക്കന്മാർ നോക്കാത്തവരുണ്ട്. കല്യാണം ഇത് ഈ ഒരു ഏത് സ്റ്റേജിൽ വരും. ഇപ്പം മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ SMA ആണ്. നമ്മുടെ ചെറുപ്പം മുതലേ നമുക്കറിയാം. ഇത് ഈ MD എന്ന് പറയുന്നത് ഓരോ അല്ലേ ഒരു അത് SMA പോലും 4-5 SMA 5 വെറൈറ്റി ഉണ്ട്. 0 തൊട്ട് 5, 4 വരെ ഉണ്ട്. ഇതിൽ ഈ 0-യും 1-ഒക്കെയാണ് 2-ഒക്കെയാണ് ആദ്യം അറിയുള്ളൂ. മറ്റതെല്ലാം ഇപ്പോൾ ചേട്ടൻ്റെ പ്രായമായി 30-40 വയസ്സാകുമ്പോൾ കുടുംബത്തിന് വേണ്ടി ഓടി നടക്കുന്നവരിടക്കെല്ലാം വീണ് പോകുന്നവരുണ്ട്. ഇത് 40 വയസ്സായിട്ട് അറിയുന്നവരുണ്ട്. SMA ടൈപ്പ് 4 അങ്ങനെയാണ്. അതായത് അഡൾട്ട്ഹുഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രായത്തിലൊന്നും നമുക്ക് അറിയില്ലായിരിക്കും നമുക്ക് എന്ത് സംഭവിക്കാം. നമ്മൾ കൂളായിട്ട് ഓടി നടക്കും. ശരിയാണല്ലേ, കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുമ്പോൾ ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ചിലപ്പോൾ കുട്ടികൾക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ അവരുടെ വഴിക്ക് പോകും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിക്കും. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട് പോരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സമാധാനമാണ്. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഇതൊന്ന് നടന്ന് സാക്ഷാത്കരിച്ച് കഴിഞ്ഞിട്ട് വേണം അവർക്ക് അങ്ങോട്ടേക്ക് വരാൻ. അവർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. KMHS കൃഷ്ണ കിളിയത്ത് മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ് കോട്ടപ്പുറത്തെ സ്കൂളിലേക്കാണ് +2 7 തൊട്ട് ചേർന്നത്, 8ാം ക്ലാസ്സിൽ ചേർന്നത്. അപ്പോൾ അവിടെ കൂട്ടുകാർ ബാത്റൂമിൽ കൊണ്ടുപോകും, ഉച്ചയ്ക്ക് ഭക്ഷണം എടുത്ത് തരും, എൻ്റെ മോൻ കഴിക്കും, എൻ്റെ ഒപ്പം അവിടെ നടക്കും. സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം, ആ സ്കൂളിലെ കോമ്പൗണ്ടിൽ ഞാൻ കാണുന്ന സ്ഥലമൊന്നുമില്ല. കാരണം എല്ലാവരും തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ, വീൽചെയറിലാണെങ്കിലും. അവിടെ നിന്ന് +2-ന് ഹയോ ബോയ്സിലേക്കാണ് +2 ചേർന്നത്. കൊമേഴ്സ് ആയിരുന്നു. അത് കൊമേഴ്സ് ഒരു നല്ല മാർക്കോടെ +2 10ഉം കൊമേഴ്സ് എല്ലാം ജയിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ VFX മീഡിയ റിലേറ്റഡിലേക്ക് പഠിക്കണമെന്ന് ആഗ്രഹം. കാരണം എന്തിനോടും ഒരു കൗതുകമുള്ള കൂട്ടത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ സിനിമയൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് VFX സിനിമ കാണുമോ? എല്ലാ സിനിമയും കാണും? എല്ലാം കാണും. സയൻസ് ഫിക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏത് ഭാഷയിലെ സിനിമയാണ് ഇഷ്ടം? ഇംഗ്ലീഷും മലയാളവും കാണാറുണ്ട്. മലയാളം ഇഷ്ടമാണ്. ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള സംഘടനയുടെ പേരാണ് മൈൻഡ്. മൈൻഡിൻ്റെ നേതൃത്വത്തിൽ ഒരിടം എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ടാക്കുകയാണ് കേരളത്തിൽ. ഇവർക്ക് എല്ലാവർക്കും വന്ന് താമസിക്കാൻ, അവർക്ക് വേണ്ട സൗകര്യങ്ങളോടുകൂടി ആ ഒരിടം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ സഹായം അവർക്ക് വേണ്ടത്. ഒരു സ്പൂൺ ബിരിയാണി ഒരേ ഒരു സ്പൂൺ അപ്പോൾ എനിക്ക് പഠിക്കാനായാലും എനിക്ക് ജോലി എടുക്കാനായാലും എനിക്ക് യാത്ര ചെയ്യാനായാലും അത് സ്പെഷ്യലായിട്ട് വണ്ടികൾ ഉൾപ്പെടെയാണ് ഈ ഒരിടം നിലവിൽ വന്നത്. എൻ്റെ ഈ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് ഈ വീൽചെയറാണ്. ഈ വീൽചെയർ അതെ ഈ ജോയ്സ്റ്റിക്കാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിലിരുന്നിട്ടാണ് ഇതിലിരുന്ന് ഇങ്ങനത്തെ ഒരു വീൽ ചെയർ അഫോർഡ് ചെയ്യാൻ തന്നെ എല്ലാവർക്കും പറ്റില്ലല്ലോ. ഇല്ല, ഇത് ഞങ്ങൾക്ക് എനിക്ക് വെഞ്ഞിയത്തേക്കും ചിറ്റിലപ്പള്ളി സ്പോൺസർ ചെയ്തതാണ്. നമുക്ക് ഇത് 50,000 രൂപയാണ്. കുറഞ്ഞതാണ്, ഏറ്റവും കുറഞ്ഞത് ഇലക്ട്രോണിക് വീൽ ചെയർ. നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് മേടിക്കാനില്ല. ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. സോ നോർമൽ വീൽ ചെയർ തള്ളാൻ MD അല്ലെങ്കിൽ SMA ബാധിച്ചവർക്ക് സാധിക്കില്ല, ഞാൻ ഉൾപ്പെടെ. കാരണം ഞങ്ങളുടെ കയ്യിന് ശക്തിയില്ല. ഇവിടുന്ന് ഭക്ഷണം വാരി കഴിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മടി കൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾ പല അവസരങ്ങൾ ഒഴിവാക്കുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു ഇതാണ്. മറ്റേ വീൽ ചെയറിൽ എത്തിക്കഴിഞ്ഞാൽ മുനിമാരെ പോലെ ഒരു കല്യാണങ്ങളിൽ പോയാൽ ഇരിക്കേണ്ട വരും. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവിൻ്റെ അടുത്ത ബന്ധുള്ള കല്യാണമാണ്, ഞാൻ അവിടെ പോയിട്ട് സാധാ വീൽ ചെയറിൽ മൂലക്ക മുനിമാരെ ഇരിക്കണ പോലെ ഒന്നും ഉണ്ടാകാതെ ആ പ്രോഗ്രാം കഴിയണം വരെ 2 മണിക്കൂർ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളതുകൊണ്ട് മാക്സിമം ഫങ്ഷൻസൊക്കെ ഒഴിവാക്കും. എല്ലാവരും നോക്കും, എല്ലാവരുടെ സഹതാപം അല്ലേ. നമ്മുടെ അടുത്ത് ചോദിക്കും എന്ത് പറ്റിയത്. അവിടെ വരുന്ന എല്ലാവരോടും നമ്മൾ പറയണം നമ്മുടെ ഇപ്പം എങ്ങനെയുണ്ട് എന്താണ്. അതും എൻ്റെ ഉമ്മച്ചിയുടെ അടുത്തൊക്കെ ചോദിക്കും. ഞാൻ 2 പേരുണ്ടല്ലോ, അപ്പോൾ 2 പേരെ കഥ ചോദിക്കും. ലാസ്റ്റ് ഉമ്മച്ചി പറയും ചോദിക്കാതിരിക്കും. അവസാനം പോവാണ്ടാവും, ഫങ്ഷൻസിനൊക്കെ പോവാണ്ടാവും. എല്ലാവരും ഇങ്ങനെ ചോദിക്കണമായിരുന്നുണ്ടേ. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കാളും മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഇടം എന്ന് പറയുന്ന സ്ഥലത്തിൽ പ്രാധാന്യം കാണുന്നത് അല്ലേ? ഒരിടം അവിടെയാണ് നമുക്ക്, കാരണം അവിടെ നമ്മളെ പോലെ ഉള്ളവരായിരിക്കും. അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഹസ്ബൻഡും കുട്ടിയൊക്കെ അവിടേക്ക് വരുമോ? എങ്ങനെയാണ് കൊണ്ടുവരാം. അവിടെ ഫാമിലി ആയിട്ട് നമുക്ക് നമ്മൾ താമസിപ്പിക്കും. ഇപ്പോൾ സിംഗിളായിട്ട് നിൽക്കുന്നവർക്ക് അതിന് വേണ്ടി സൗകര്യമുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരുണ്ട്, അവർക്ക് ഭാര്യയും മക്കളുണ്ടാവും, അവർക്ക് വന്ന് താമസിക്കാൻ കഴിയും.
അല്ല നിങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലുമാണ്, ഇവർക്ക് വല്ല പ്രോഗ്രാമോ അല്ലെങ്കിൽ മൈൻഡിൽ ഇല്ലാത്തവരാണ്, ഇവർക്കൊരു കുട്ടി ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിർത്താം. കല്യാണത്തിന് പോകുമ്പോഴോ 1 ദിവസമോ 2 ദിവസമോ അവർക്ക് ലോകത്തിലെ ഏറ്റവും സെക്യൂർഡായ പ്ലേസ് ആയിരിക്കും അവർക്ക്. ഡോക്ടേഴ്സ് പറയും നമ്മുടെ അടുത്തൊക്കെ ഓരോരുത്തർ ചെല്ലുമ്പോഴേ ഞങ്ങളൊക്കെ ഡോക്ടേഴ്സോ എന്ന് വെച്ചാൽ നമ്മുടെ അസുഖമായിട്ടൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ അവർ നമ്മുടെ മുഖത്ത് നോക്കി പറയും ഇത് ഡയഗ്നോസ് ചെയ്തൊക്കെ ടൈമിൽ കുഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ചെറുതാണ്. അപ്പോൾ എൻ്റെ ഉമ്മച്ചി ഞങ്ങളെടുത്തിക്കൊണ്ട് ഉമ്മച്ചിയുടെ അടുത്ത് മാർച്ചിയുടെ അടുത്തൊക്കെ പറയും ഇത് SMA ആണ്, ഇതിനുമ്പോൾ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചാൾ ഇരിക്കും, ഇതിന് കുറച്ചാൾ കിടക്കും, ഇങ്ങനെയാണ് അവർ പറയാം. എൻ്റെ വാദിച്ചോടൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയൊരു സ്വപ്നമാണ് ഞാൻ അത്. പക്ഷെ അവരോട് മുമ്പിൽ പറയാണ് ഇത് കുറച്ച് 15 വയസ്സാകുമ്പോൾ 20 വയസ്സാകുമ്പോൾ കുറച്ച് മരിച്ചു പോകും, ഇതിനൊന്നും ചെയ്യാനില്ല. ഡോക്ടർമാരോ? എന്നിട്ട് എൻ്റെ ഉമ്മ വീട്ടിൽ വന്ന് കിടന്ന് കരയെ നമ്മള് കണ്ടുകൊണ്ടിരിക്കല്ലേ. അല്ല അതിപ്പോ എനിക്കായാലും അതന്നല്ലേ പറ്റുള്ളൂ, വേറെ എന്താ? നമ്മുടെ ഡോക്ടേഴ്സിന് പോലും അറിയില്ല. ഇപ്പൊ ഞാൻ എൻ്റെ പനി വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ SMA എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കുറച്ചു നേരം മുകളിലേക്ക് പോകും. SMA എന്താണ് നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇപ്പൊ കുറെ പേർക്കൊക്കെ അറിയാം, പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുനാളിലൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അല്ല നിങ്ങളുടെ കുഞ്ഞുനാളെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് നൂറ്റാണ്ടുകൾ മുമ്പൊന്നുമില്ല, 10-20 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. ലാസ്റ്റ് പറഞ്ഞാൽ ഈ അടുത്താണ്, ഒരാഴ്ച മുമ്പാണ് ഞാൻ പറഞ്ഞത് SMA എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ മുകളിലേക്ക് നോക്കി. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇപ്പൊ പ്രൈവറ്റിൽ പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഈ കാശുണ്ട്, ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയണ്ട, അവരെൻ്റെ എല്ലാ കാര്യവും SMA എന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ലെങ്കിൽ അറിയാവുന്ന ഡോക്ടറെ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. പക്ഷെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഞാൻ പോയതെങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവരോട് നമ്മ പറയണം, രോഗി ഇന്ന് ഡോക്ടറെ പഠിപ്പിക്കണം എന്താണ് SMA, ഇതിന് എന്തൊക്കെ വകഭേദങ്ങളുണ്ട്. 2020 ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം 30 ലക്ഷത്തോളം ആൾക്കാർ ഉൾപ്പെടുത്തി SMA അവയർനെസ് ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഈ മൈൻഡ് അവരുടെയാണ് ഈ ഒരിടം. 2021 ബെസ്റ്റ് NGO വീൽ ചെയറിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി വീൽ ചെയറിൽ പ്രവർത്തിക്കുന്ന ബെസ്റ്റ് NGO അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ VFX പഠിക്കാമെന്ന് പറഞ്ഞു, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം അതും ഈ മൈൻഡ് എന്ന സംഘടനയാണ്. കാരണം നമ്മളെ അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട് ഏതൊരാവശ്യത്തിന്, അതാണ് ഈ മൈൻഡ്. അപ്പോൾ അവർ തുടങ്ങി ഒരിടം എന്നത് നാളെ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് റിസർച്ച് ചെയ്യുന്ന SMA എന്ന മരുന്നിന് വേണ്ടി ലോകത്തെ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്ന ഏറ്റവും പ്രഗത്ഭരായ സയൻറ്റിസ്റ്റിനെല്ലാം അവിടെ ഉണ്ടാവും. ഇന്ന് ഇപ്പോൾ കേരളത്തിൽ വിരലെണ്ണാവുന്ന SMA പേഷ്യൻസ് ഉള്ളൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ അത് ഒരു വലിയ എമൗണ്ട് ആയി. 500 കൂടുതൽ ആൾക്കാരുണ്ട്. SMA സ്പൈനൽ മസ്കുലർ അട്രോഫി മസ്കുലർ ഡിസ്ട്രോഫി കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളുടെ 468 പേരാണ് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റേർഡ്. പക്ഷേ 2014 സെൻസസ് പ്രകാരം 3000 പേരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഈ SMA MD പേഷ്യൻസ്. പക്ഷേ ഇപ്പോൾ അത് 10,000-ൽ ഉണ്ടാവും. അപ്പോൾ ആളുകൾക്ക് ഇത് എന്താ അസുഖം എന്നറിയില്ല. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞവർ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിപ്പുണ്ടാവും പുറത്തേക്ക്. അതായത് നമ്മൾ കാണുന്ന വീൽ ചെയറിലുള്ള പലർക്കും ഈ അസുഖം ഉണ്ടാവും, പക്ഷെ അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല ഇതാണ് അസുഖം അല്ലേ. നമ്മളിങ്ങനെ 40 പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊരാള് കരിയറായിരിക്കും ഈ ഒരു അസുഖത്തിന്റെ വഹിച്ചുകൊണ്ട് അവരുടെ ജീനിൽ ഇതുണ്ടാവും. അപ്പൊ ഇതുപോലെ അറിയില്ല, നമുക്കറിയില്ല എപ്പോ അത് ട്രിഗർ ചെയ്യുന്നുള്ളൂ, അവർക്ക് അറിയില്ല. കുഞ്ഞുണ്ടായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ അറിയുന്നത്. അതായത് ഒരു ലൈഫിലൊരു പെർട്ടിക്കുലർ മൊമെന്റ്, മേ ബി ഒരു ഹൗസ് ലോൺ എടുത്തിട്ട് അല്ലേ അതിന് EMI പേ ചെയ്യാൻ തുടങ്ങുന്ന ഒരു മൊമെന്റിലായിരിക്കും ഇത് വരുന്നത്. പിന്നെ എന്ത് ചെയ്യല്ലേ. ഒരു ചേട്ടനുണ്ട്, അവർക്ക് അവരോട് ചോദിക്കുകയാണ് എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ നമ്മുടെ ദയാവധം എന്ന് പറയുന്നവരും അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഈ കൃഷ്ണകുമാരൻ ചേട്ടനെ പോലെ കിടപ്പിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വയറിന് അസുഖം വരും. ബാത്റൂമിൽ പോകണമെങ്കിൽ വീട്ടിലാരെങ്കിലും വേണം. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കേൾക്കുന്ന അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഇപ്പോൾ എപ്പോഴും അവർക്കും പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഫാമിലി മെമ്പേഴ്സിനായാലും എപ്പോഴും നമ്മളെ കെയർ ചെയ്ത് നടക്കുന്ന അവർക്കൊരു വയ്യാതെ വന്നു ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ അവരോട് ചൂടാവുന്നവരുണ്ട്. അല്ലെങ്കിൽ അത് പോവാതെ ആഴ്ചയിൽ ഒരു ദിവസം ബാത്റൂമിൽ പോകുന്നവരുണ്ട്. ഉണ്ട് സത്യമായിട്ടും. അങ്ങനെയൊക്കെ ഈ 100% സാക്ഷരത കേരളത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. മാസത്തിലൊരിക്കൽ കുളിക്കുന്നവര്
എനിക്കും ഇത് സംഭവിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ഇത് സംഭവിക്കാം എന്നുള്ളിടത്ത് മാത്രമേ ഞാൻ മാറാൻ തയ്യാറുള്ളൂ എന്നുള്ളതാണ് ഞാനും എൻ്റെ സമൂഹത്തിൻ്റെയും പ്രശ്നം. ഒരു റാമ്പ് എന്ന് പറഞ്ഞത് ആഡംബരമായിട്ട് കണക്കാക്കുന്ന ഒരു നാടാണിത്. ആഡംബരം എന്നല്ല, അനാവശ്യം. അതെ, അത് ഉള്ള റാമ്പ് എടുത്തു കളയുന്നവനൊക്കെ എന്താ അപ്പോൾ ഇതേപോലെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. അപ്പം നമ്മളിപ്പോൾ ഈ ഒരിടം എന്നത് ഞങ്ങൾക്ക് നിലവിൽ വന്നാൽ നാളെ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരില്ല. സ്വന്തം മലമൂത്ര വിസർജനത്തിൽ ഒരാഴ്ച പാലിറ്റീവുകാരെ നോക്കി കിടക്കേണ്ട ആർക്കും ഒരു അവസ്ഥ വരില്ല. ഫിസിയോതെറാപ്പി നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്, കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ നടന്നുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഫിസിയോ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഫിസിയോതെറാപ്പിയുടെ ചാർജ് ഒന്നും. ഫ്രീ അതൊക്കെ നമ്മൾ ഗവൺമെൻറ്റിൽ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് അതൊക്കെ ഒന്ന് തരണം എന്നേ. ഫിസിയോതെറാപ്പിയൊക്കെ വന്നിട്ടില്ല, കാരണം അതിൻ്റെ റേറ്റ് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഫിസിയോതെറാപ്പിയുടെ ചാർജ് എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡെയിലി ഫിസിയോ ചെയ്യണം. എൻ്റെ 23 വയസ്സായ ഞാൻ പറഞ്ഞല്ലോ, ഇതിലാകെ ആ ചെറുപ്പത്തിൽ കുറച്ച് നാൾ പോയതല്ല, പിന്നെ ഞാൻ പോയിട്ടില്ല. കാരണം ഒന്നാമത് യാത്ര ചെയ്ത് പോകണം, രണ്ട് അതിൻ്റെ അവിടെ പ്രൈസ്. അപ്പോൾ അവിടെ ഒരു ദിവസത്തിനും മണിക്കൂറിന് കാശ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് ചെയ്ത് തന്നെ അവരില്ല എന്നല്ല, അങ്ങനെ ചെയ്യുന്ന കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ ആളുകൾ കൂടും, നമുക്ക് എല്ലാ ദിവസവും ചെല്ലാൻ കഴിയില്ല. റെഡ് ക്രോസിൻ്റെ ഫിസിയോതെറാപ്പി ഞാനൊരു വർഷം ചെയ്തിട്ടുണ്ട്. അവിടെ ഡെയിലി 100 രൂപക്ക് ആക്കി തന്നു. ഞങ്ങൾ 2 പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ 90 രൂപക്ക് ഡെയിലി ചെയ്യായിരുന്നു. അത് ഒരു ഫുൾ ഡേ പോയി നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതുപോലെ പോകാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരമാണ്, അപ്പോൾ ഓട്ടോ ചാർജൊക്കെ അധികമല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോവാത്തത്. പക്ഷെ പോയില്ലെങ്കിൽ നമ്മുടെ കാര്യവും പോകും. നമുക്ക് ലൈഫ് ലോങ് ആവശ്യമുള്ളൊരു കാര്യമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. നമ്മുടെ മസിൽസൊക്കെ സ്റ്റിഫായി പോകും. നമ്മളപ്പോൾ അത് ഡെയിലി ചെയ്ത് കൊടുത്താലാണ് ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിലെങ്കിലും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ചേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ്റെ കാലം ഒരു ഉറുമ്പ് കുത്തിയാൽ എന്താ ചെയ്യും? ഉറുമ്പ് കുത്തിയ കാലൊന്ന് എടുത്ത് തടവി എന്താ സംഭവം നോക്കും അല്ലേ. പക്ഷേ ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ്. അവിടെ എന്നും ഞങ്ങളുടെ ഗ്രൂപ്പിലും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ബേസിക് എഡ്യൂക്കേഷൻ പോലെ ഹയർ സ്റ്റഡീസിന് പോലും ഞങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായി പഠിച്ചവരുണ്ട്, അവർ തമ്മിൽ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഈ കൊച്ചിനെ ക്ലാസ്സിൽ കണ്ടില്ല, പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്, കണ്ടില്ല. എന്താണ് വിളിച്ചത്? അതിൻ്റെ അമ്മ വീട്ടിലുണ്ടായില്ല. അതിൻ്റെ മേത്ത് ഒരു ഉറുമ്പല്ല, ഒരു കൂട്ടം ഉറുമ്പുകൾ കയറിയിട്ട് തട്ടിക്കളയാൻ പോലും സാധിച്ചു. അമ്മ വരുന്നത് വരെ അതിൻ്റെ വേദനയും. ഇപ്പം എന്നെ ഒന്ന് കിടത്തി കഴിഞ്ഞാൽ രാത്രി എൻ്റെ ഉമ്മച്ച് 3 or 4 പ്രാവശ്യം എണീക്കണം. എനിക്ക് ഒരു വശത്തേക്ക് കിടക്കാൻ പറ്റില്ല, എനിക്ക് സ്വയം ഒന്ന് തിരിയാനോ കഴിയില്ല. ഇങ്ങനെ നേരെ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചേച്ചി കിടത്തണം, അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത വശത്തേക്ക് ചേച്ചി കിടത്തണം. കാരണം ശരീരത്തിൽ ഒരു വശം ചൂടാവും, അത് നടുവിന് പെയിൻ വരും, കാലിന് പെയിൻ വരും, കൈ മരയേക്കും, ചിലപ്പോൾ അത് ശ്വാസം മുട്ടിൽ വരെയും വരും. അത് ഓരോരോ അവസ്ഥയാണ്. അപ്പോൾ ഒരു 24 hours നമ്മുടെ കൂടെ ഒരാൾ വേണം. അത് ചുമ്മാ ഒരാളായിട്ട് നിന്നാലല്ല, എല്ലാം അറിഞ്ഞ് നമ്മുടെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കുന്ന ഒരാളുണ്ടാവണം. അങ്ങനെ ഒരാൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഒരിടം എന്നൊരു ഒരിടം വേണം. അത് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരു സംഗമ ഭൂമിയാണ്. കാരണം ഈ ഞങ്ങളെപ്പോഴുള്ളവരുടെ വലിയ സ്വപ്നമാണ്. എൻ്റെ ഉമ്മച്ചിനും വാവച്ചിനും പ്രായമായി വരെയാണ്. കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് അവർക്ക് എന്നെ നോക്കാൻ പറ്റാതെയാവും. എനിക്ക് കുറേ റിലേറ്റീവ്സ് ഇല്ലെന്ന് ആൾക്കാർ ചോദിക്കും. ആ റിലേറ്റീവ്സ് എത്ര ദിവസം വന്ന് എൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോകാനും എന്നെ കുളിപ്പിക്കാനും നിൽക്കും? 2 ദിവസം അല്ല, അവർക്ക് അവരുടെ ജീവിതം പ്രാരബ്ധങ്ങളൊക്കെ ഇല്ലേ? അതെ, കേരളത്തിൽ ഇഷ്ടംപോലെ റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ഉണ്ടല്ലോ എന്ന് വലിയ ചോദ്യം വരാം. കേരളത്തിൽ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലും SMA അല്ലെങ്കിൽ MD മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചവരെ എടുക്കൂല. എത്ര കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും എടുക്കൂല. ഞങ്ങളുടെ മൈൻഡിലുള്ളൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ ഇത്ര നാൾ നോക്കിക്കൊണ്ടിരുന്ന ആ ചേട്ടൻ്റെ ചേച്ചിയാണ്. അവർക്ക് ആമവാദം വന്നു, കാല് നിലത്ത് കുത്താൻ പറ്റില്ല, കിടപ്പാണ്. ആ ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ ചേട്ടനെ അവിടെ നിന്ന് മാറ്റണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്.
എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ഒരു സാല് പോലും അതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. കാരണം റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ പോലും നോക്കാൻ ആളുണ്ടാവില്ല. സ്വന്തം കാര്യം ചെയ്ത് നമ്മൾ അവിടെ ജീവിച്ച് പോവാം. ഒരു മുറി തരും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാം എന്ന പോലെയാണ്. ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെയല്ല. ഞങ്ങൾ ഇത്രയും നാൾ ജീവിച്ച സാഹചര്യത്തിൽ തന്നെ അല്ല പിന്നീട് പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട് പോലെ തന്നെ എല്ലാം കിട്ടുന്നത്, അതായത് ഒരു സന്തോഷത്തോടു കൂടി തരും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ആത്മാഭിമാനത്തോടെ ഇത്രയും നാൾ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ തല കുനിച്ചിട്ടൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് നിങ്ങളുടെ ഒരു തെറ്റും കൊണ്ടല്ല അല്ല തല കുനിക്കേണ്ടി വരുന്നത്. പക്ഷെ അങ്ങനെ ജീവിച്ചിട്ട് പിന്നെയും ആ ഒരു അവസ്ഥയിലൊക്കെ തന്നെ പോകാനല്ല. നമ്മുടെ റീഹാബ് സെൻ്ററിലൊക്കെ പറയുമ്പോൾ എന്താ, വേറൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു അനാഥാലയം പോലെ ആ ഒരു കണക്കെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെ എപ്പോൾ വേണേലും കയറി ചെല്ലാം. അവിടെ നമുക്ക് നമ്മുടെ സന്തോഷത്തോടുകൂടിയും നല്ല പ്രിവിലേജ്ഡ് ആയിട്ട് അവിടെ പ്രിവിലേജ്ഡ് ആയിട്ടൊന്നല്ല, സാധാരണ ആൾക്കാരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ അതെങ്കിലും അല്ലേ ആ ഒരു ഇതിലെങ്കിലും കുറച്ച് സന്തോഷം നമുക്ക് ഇനിയുള്ള ഒരു കാലമെങ്കിലും സന്തോഷത്തോടു കൂടിയൊക്കെ താമസിക്കും. ഇപ്പം ചിലപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഇനി അതുപോലെ നമുക്ക് പ്രായമായിട്ട് ഫ്യൂച്ചറിൽ അല്ല, നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ അത്യധ്വാനം കൊണ്ടാണ്. ഞാൻ അത്യാവശ്യം ഒന്ന് മാറിയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം കുഞ്ഞൊക്കെ ഉണ്ടാവണേ മുമ്പ് ഞാൻ മാറി ബാത്റൂമിൽ പോയി, തനിയെ ബാത്റൂമിൽ പോയപ്പോൾ ഞാനൊന്ന് വീഴാൻ പോയി. അതുപോലെ ബെഡിലേക്ക് കയറിയപ്പോഴും വീഴാൻ പോയി. അപ്പോൾ എന്നിട്ട് ഹസ്ബൻഡ് വന്ന വരെ ഞാൻ ആ പൊസിഷനിൽ അവിടെ കിടക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ വീട്ടിൽ ആളുണ്ട്, പക്ഷേ ഹസ്ബൻഡും പാപ്പയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഡോറടിച്ചിട്ട് അങ്ങനെ ഞാൻ തനിയെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോയത്. പക്ഷെ ആൾ വന്ന വരെ ഞാൻ വിളിച്ചിട്ട് ആരും കേൾക്കണില്ല. ആൾ വന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലൊരുത്തുണ്ട്, ആ ഇത്ത രാത്രി ബാത്റൂമിൽ പോയതാണ്. ബാത്റൂമിൽ പോയപ്പോൾ വീണ് പോയി. നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമൊക്കെ ചിലപ്പോൾ പിടിച്ച് കിടക്കാൻ പറ്റിയിരിക്കും, പക്ഷെ വീണൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിച്ച് തരണം. അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആദ്യത്തെ വീണ് പോയപ്പോൾ ആരുമില്ലല്ലോ, അടുത്ത വീട്ടിൽ നിന്നും ആരെ വിളിച്ചാലും പറ്റില്ല, കയ്യിൽ ഫോണോ ഒന്നുമില്ല. വീണ് പോയിട്ട് അവിടെ കിടന്നു. രാവിലെ അടുത്ത വീട്ടിൽ നിന്ന് ആൾ വരുന്നത് വരെ ആ ബാത്റൂമിൽ അതേ പൊസിഷനിൽ ആ വേദനയും സഹിച്ച് അവിടെ കിടന്നു. അപ്പോൾ അത്രത്തോളം ഭീകരമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥകൾ.